വാഹനത്തിൽ കയറിയുള്ള പ്രാർത്ഥനയിൽ അതിന്റെ അവസാനത്തെ ഭാഗം, യാത്ര തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയിൽ അതിന്റെ ആദ്യത്തിലുള്ള ഒരു ഭാഗം ഇപ്രകാരമാണ്: ഫഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. എന്തുകൊണ്ടും ആ ഒരു സന്ദർഭം മടക്കയാത്രയെക്കുറിച്ച് ആലോചിക്കാൻ അർഹതപ്പെട്ട സന്ദർഭമാണ്. ഒരു മുഅ്മിൻ അവനവന്റെ യാത്ര തുടങ്ങുമ്പോൾ അവന്റെ അവസാനത്തെ യാത്രയെക്കുറിച്ച് അവൻ ചിന്തിക്കും. എങ്ങനെയാണ് അവൻ ചിന്തിക്കാതിരിക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു: ഇദാ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പിടികൂടണം, അവന്റെ റൂഹിനെ പിടികൂടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ജഅല ലഹു ബിഹാ ഹാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥലത്ത് അവന്റെ ആവശ്യം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അവിടേക്ക് അവൻ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് അവന്റെ റൂഹിനെ പിടിക്കും. ഒരു മുഅ്മിൻ അവന്റെ യാത്രയെ സംബന്ധിച്ച് ആലോചിക്കും: ഇതാകുമോ എന്റെ അവസാനത്തെ യാത്ര? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മരണത്തെ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്കാണോ ഞാൻ പോകുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഭൂമിയുടെ ഏത് കോണിൽ വെച്ചാണ് എന്നിലേക്ക് എന്റെ മരണം വന്നെത്തുക എന്നൊരു നഫ്സിനും അറിയാവുന്നതല്ല. അതേ സഹോദരങ്ങളെ, കടലിന്റെ ആഴങ്ങളിലായാലും ആകാശത്തിലെ മേഘത്തിന്റെ ഇടയിലായിരുന്നാലും ആരോരുമില്ലാത്ത മരുഭൂമിയുടെ മണൽത്തരികൾക്ക് മുകളിലായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അവിടെയാണോ നീ അവിടേക്ക് ചെന്നെത്തും. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാണ്ഡക്കെട്ടുകളുമായി ആകാശത്തേക്ക് പറന്നുയർന്നവർ അവർ അറിഞ്ഞിരുന്നില്ല ഇനി വരാനുള്ളത് അവരുടെ റൂഹുകളാണ് രക്ഷിതാവിന്റെ അടുക്കിലേക്കെന്ന്. അതുകൊണ്ട് തന്നെ പല ഉലമാക്കളും യാത്രയുടെ മര്യാദകൾ പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണ്: യാത്രയ്ക്ക് മുന്നേ തൗബ പുതുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപങ്ങൾ ഏറ്റു പറയുക, പശ്ചാത്താപിച്ച് മടങ്ങുക എന്നുള്ളത്. അതുപോലെ തന്നെ ആർക്കെല്ലാം എന്തെല്ലാം ഹക്കുകൾ കൊടുത്തു വിട്ടാനുണ്ടോ അതെല്ലാം കൊടുത്തു വിട്ടുക. ഇനി ഒരിക്കൽ കൂടി ഞാൻ എന്റെ കുടുംബത്തിലേക്കും വീട്ടിലേക്കും നാട്ടിലേക്കും തിരിച്ച് വരുമോ എന്ന് പ്രതീക്ഷിക്കാതെയാണ് ഓരോ മുഅ്മിനും യാത്ര ചെയ്യേണ്ടത്.